നമസ്കാരം. ഏവർക്കും മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ 2025 ജൂൺ 18 1200 ആണ്ട് മിഥുനം 4 ബുധനാഴ്ച രാത്രി 1:01:18 വരെ ചതയം, ശേഷം പൂരുരുട്ടാതി നക്ഷത്രം. നാളത്തെ ദിവസം ഭാഗ്യത്തിന്റെ വളരെയധികം ആനുകൂല്യം ലഭിക്കാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാർക്ക്. ഒന്നുകൊണ്ടും ഇനി വിഷമിക്കേണ്ടതായ അവസ്ഥകൾ നാളത്തെ ദിവസം വന്നു ചേരുകയില്ല. ഐശ്വര്യം, സാമ്പത്തികം, അഭിവൃദ്ധി, നേട്ടങ്ങൾ ഇതൊക്കെയും കടാക്ഷിക്കാൻ പോകുന്നു കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക്. അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം അനുകൂലമായി വരുന്ന ആ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. കാർത്തിക നക്ഷത്രം. ദാമ്പത്യത്തിൽ വളരെയധികം സുഖകരമായ നിമിഷങ്ങൾ നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് തെറ്റ് ചെയ്തിട്ടുമല്ല, എന്നാൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന തോന്നൽ കൊണ്ടാണ്. അപ്പോൾ ആ കുറ്റപ്പെടുത്തലുകൾ നിറഞ്ഞ ജീവിതം മാറാൻ പോവുകയാണ്. കുറ്റപ്പെടുത്തലുകൾ അവസാനിക്കുന്ന സമയമാണ്. ശത്രുക്കൾ നിങ്ങളെ തകർക്കാൻ പല വിധത്തിലുള്ള ഗൂഢനീക്കങ്ങളും നടത്തുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മോചനം നിങ്ങൾക്ക് നാളത്തെ ദിവസം ഉണ്ടാകുന്നതാണ്. ശത്രുശല്യങ്ങൾ കുറയുന്നതാണ്. ശത്രുക്കളെ കൂടുതൽ ശക്തരാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതായത് നിങ്ങൾ ഒരു വീക്ക്നെസ് ആയിട്ട് നിങ്ങളുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കരയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ കരച്ചിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒന്നുമില്ല എന്നുള്ള ദയനീയ അവസ്ഥ അവർ ചിലപ്പോൾ മുതലെടുക്കും. ആ കാര്യം നാളെ ദിവസം വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ കരയാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായ വിഷമങ്ങൾ മറ്റാരുമായി പങ്കുവയ്ക്കാനോ പോകരുത്. രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രം ബിസിനസ് ചെയ്യുന്നവർക്ക് നാളത്തെ ദിവസം വളരെയധികം മാറ്റമുണ്ടാകും. ഒരു മന്ദത നിറഞ്ഞ ജീവിതമായിരുന്നു ഇതുവരെയുള്ള സമയം. നാളത്തെ ദിവസം അതിന് മാറ്റം വരും. സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കും. ജീവിത ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കാൻ തക്കതായ ചില മാറ്റങ്ങൾ നാളെ വന്നു ചേരുന്നതാണ്. ഇഷ്ടഭക്ഷണം കഴിക്കാനൊക്കെയുള്ള യോഗം നാളെ ഉണ്ടാകുന്നുണ്ട്. ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ നേരിട്ട നിങ്ങൾക്ക് ഇനി ശത്രുക്കളെ പരാജയപ്പെടുത്താനുള്ള സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രശസ്തി, അംഗീകാരം, നേട്ടങ്ങൾ ഇതൊക്കെയും നാളത്തെ ദിവസം വന്നു ചേരും. ധനസമ്പാദനത്തിന് പുതിയ പല പദ്ധതികളും മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സമയമാണ്. ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു ചേരും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ ചില ബന്ധങ്ങൾ, ചില മാറ്റങ്ങൾ, അതായത് ചില കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയി, അത് നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു വിഷമമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന പല കാര്യങ്ങളും തിരികെ വന്നു ചേരാനുള്ള ഒരു ദിവസം കൂടിയാണ് നാളെ. അടുത്തതായി പുണർദം നക്ഷത്രത്തിന് കുടുംബത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം ഒക്കെ വന്നു ചേരുന്ന ഒരു ദിനമാണ് നാളെ. ചില ചടങ്ങുകളിൽ, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് മതത്തിലാണോ ആ മതപരമായി ബന്ധപ്പെട്ട ചില ചടങ്ങുകളിലൊക്കെ നാളത്തെ ദിവസം പങ്കുചേരേണ്ടതായി വരുന്നതാണ്. വരവ് വർദ്ധിക്കുന്ന ഒരു ദിവസമാണ് നാളത്തെ ദിവസം. ചില ധനപരമായി നേട്ടം പ്രതീക്ഷിക്കാം. ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നാളത്തെ ദിവസം അതൊന്ന് ശ്രമിച്ചു നോക്കൂ. ക്രയവിക്രയങ്ങൾ നടത്തുന്നതിൽ നേട്ടം വന്നു ചേരും. യാത്രകൾ എന്ത് നാളത്തെ ദിവസം നടത്തിയാലും അത് നിങ്ങൾക്ക് ഗുണമായി ലഭിക്കുന്നതാണ്. അടുത്തതായി ആയില്യമാണ് നക്ഷത്രം. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വളരെയേറെ സമാധാനം, സന്തോഷം, ശാരീരിക സൗഖ്യം, അസുഖങ്ങളിൽ നിന്ന് മോചനം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് നാളെ. ചില നിർമ്മാണ പദ്ധതികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ, അത് ഗൃഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങൾ എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ തടസ്സപ്പെട്ട് പാതി വഴിയിലായി കിടന്നവരാണെങ്കിൽ ആ ജോലിയൊക്കെ വീണ്ടും പുനരാരംഭിക്കാൻ സാധിക്കും. സ്ത്രീകൾക്ക്, അതായത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം നാളത്തെ ദിവസം ഉണ്ടാകും. വ്യാപാരികൾക്ക്, വ്യവസായം നടത്തുന്ന ആളുകൾക്കുമൊക്കെ നാളത്തെ ദിവസം വളരെ കേമം തന്നെയായിരിക്കും. പൂരം നക്ഷത്രം. അല്പം ധനച്ചെലവുകളൊക്കെ നാളത്തെ ദിവസം ഉണ്ടായേക്കാം. യാത്രകളിൽ അല്പം ക്ലേശങ്ങൾ ഉണ്ടാകും, എങ്കിലും യാത്ര ഫലിക്കുന്നതായിരിക്കും. ഉന്നതരുമായി നാളെ പരിചയപ്പെടാനോ ബന്ധം പുതുക്കാനോ അവരിൽ നിന്ന് ചില അറിവുകളൊക്കെ ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്പം മാനഹാനി അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കേണ്ടതായ അവസ്ഥ നാളത്തെ ദിവസം വന്ന് പെട്ടേക്കാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അനാവശ്യ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. പണച്ചിലവ് ഉണ്ടാകാതിരിക്കാൻ, അതായത് അധിക ചിലവുകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. പൊതുവെ നാളത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിനമാണ്. ഉത്തരം നക്ഷത്രക്കാർക്ക് പുതിയ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നാളത്തെ ദിവസം ഏറ്റെടുക്കേണ്ടതായി വരുന്നതാണ്. ഒരു പ്രൗഢി, ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു നേട്ടം ഇതൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. അലസതയും മടിയും അല്പം ഉണ്ട്, അതൊന്ന് മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും നാളെ.
ചിത്തിര നക്ഷത്രമായിട്ട് വരുന്നവർക്ക് നാളത്തെ ദിവസം അംഗീകാരങ്ങൾ തേടി വരും. അതും സന്താനങ്ങൾ നിമിത്തം ചില അംഗീകാരങ്ങൾ, അതായത് എൻ്റെ മകനാണിത്, എൻ്റെ മകളാണ് എന്ന രീതിയിൽ അഭിമാനം കൊള്ളാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും നാളത്തെ ദിവസം ഉണ്ടാകും. നിങ്ങളുടെ ഇതുവരെയുള്ള സത്യവും ധർമ്മവും നീതിയും പാലിച്ചുകൊണ്ടുള്ള ജീവിതചര്യയ്ക്ക് നാളെ പല വിധത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ്. ശത്രുക്കളെ ജയിക്കാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം കുറയും. ദാമ്പത്യത്തിൽ സന്തോഷം, സംതൃപ്തി, മനസ്സമാധാനം ഇവയൊക്കെ നാളത്തെ ദിവസം ഉണ്ടാകും. വിശാഖം നക്ഷത്രത്തിന് മാതാവുമായിട്ടുള്ള എന്തെങ്കിലും അകൽച്ചയുണ്ടായിരുന്നെങ്കിൽ അകൽച്ച മാറി മാതൃഗുണം വീണ്ടും ആരംഭിക്കും. മാതൃസ്നേഹം വീണ്ടും വന്നു ചേരുന്ന സമയമാണ്. വിശാഖം നക്ഷത്രത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു മാറ്റത്തിൻ്റെയൊക്കെ സമയമാണ്. അനുസരണയുള്ള, അതായത് തങ്ങൾ പറയുന്ന വാക്കുകൾ മക്കൾ കേൾക്കുകയും അതിൽ അനുസരണ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വളരെയധികം സന്തോഷം തോന്നുന്നതാണ്. അപ്പോൾ വളരെയധികം മാറ്റത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു ദിനമായിരിക്കും നാളെ. മൂലം നക്ഷത്രക്കാർക്ക് ഐക്യത്തോടെ ദമ്പതികൾക്കിടയിൽ നിങ്ങൾക്ക് കഴിയാൻ സാധിക്കുന്നതാണ്. ചില സഹായങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരുന്നതാണ്. ഒരിക്കലും അവരിൽ നിന്ന് സഹായം ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് നാളത്തെ ദിവസം സഹായങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഇടപാടുകൾ, ക്രയവിക്രയങ്ങൾ എന്നിവ നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ലാഭമുണ്ടാകും. അപ്പോൾ ഭൂമി, ഈ റിയൽ എസ്റ്റേറ്റ് പോലുള്ള കാര്യങ്ങൾ നടത്തുന്നവർക്കും ലാഭമുണ്ടാകുന്ന ഒരു ദിവസമാണ് നാളെ. കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ്. യാത്രകൾ എന്തെങ്കിലും നാളത്തെ ദിവസം നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത നക്ഷത്രമായി വരുന്നത് തിരുവോണമാണ്. ഈശ്വരാധീനം ധാരാളമുള്ള ഒരു ദിവസമാണ് നാളെ. ഉള്ള സമയവും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ആപത്തുകൾ ഒന്നും നിങ്ങൾക്ക് ബാധകമാവുകയില്ല. ധനാഗമനം അനുകൂല സമയമാണ്. അംഗീകാരമുണ്ടാകും. ജനപ്രീതി വന്നു ചേരും. അപ്പോൾ പൊതുജനങ്ങളുമായി ഇടപെടുന്നതായ ഗവൺമെന്റ് ഏതെങ്കിലുമൊക്കെ സർക്കാർ ജോലികൾ അല്ലെങ്കിൽ സേവനങ്ങൾ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒക്കെ ഒരു മാറ്റത്തിന്റെ സമയമാണ്. അല്ലെങ്കിൽ കൂടുതൽ അംഗീകാരം, ജനങ്ങൾക്കിടയിൽ ഒരു മതിപ്പൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ചതയം നക്ഷത്രമാണ് അടുത്തത്. വിവിധ വിഷമഘട്ടങ്ങൾ ജീവിതത്തിൽ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതൊക്കെ അല്ലെങ്കിൽ അതൊക്കെ മാറാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും നടക്കുന്ന ഒരു ദിവസമായിരിക്കും നാളെ. സ്വന്തം പ്രവൃത്തി കൊണ്ട് നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ ഇതൊക്കെ നാളത്തെ ദിവസം വന്നു ചേരും. വിജയിക്കാൻ കഴിയും. വ്യാപാരം, വ്യവസായം ഇതൊക്കെ നടത്തുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം മികച്ചൊരു ലാഭം ഉണ്ടാകും. കുടുംബത്തിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം സന്തോഷം, സമാധാനം, ഐക്യം ഇതൊക്കെ വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും നാളെ. ഉത്രട്ടാതി നക്ഷത്രത്തിന് വിവാഹകാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങളൊക്കെ നാളത്തെ ദിവസം എടുക്കേണ്ടതായി വരും. രഹസ്യങ്ങളൊന്നും മറ്റുള്ളവരുമായി പങ്കിടരുത്. നിങ്ങളുടെ ജീവിത രഹസ്യം നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളിലും അല്പം നിയന്ത്രണം പാലിക്കേണ്ടതാണ്. സുഹൃത്തുക്കൾ ഒരുപാടുള്ളവരാണെങ്കിൽ സുഹൃത്ത് വലയങ്ങളിൽ നിന്ന് അല്പം അകന്നൊക്കെ നിൽക്കേണ്ടതും കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് സുഹൃത്തുക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാൻ ഒരു സാധ്യത നാളത്തെ ദിവസം കാണുന്നതിന് നാളത്തെ ദിവസം ഒരു കാര്യങ്ങളും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാതിരിക്കുക. അല്പം നാളത്തെ ദിവസം സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കുക. അപ്പോൾ വളരെയധികം ഭാഗ്യവും നേട്ടവുമാണ് നാളത്തെ ദിവസം ഇത്ര നക്ഷത്രക്കാർക്ക്.